ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് PIT-37 കുറിച്ചാണ്. പോളണ്ടിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് കറക്റ്റായിട്ട് ഫയൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യാൻ വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഫൈനൽ പെനാൽറ്റി അട്രാക്റ്റഡ് ആവും. ബിക്കോസ് ഇതൊരു റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആണ്. PIT-37 വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് podatki.gov.pl എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക എന്നതാണ്. ഇതിന് ലോഗിൻ ചെയ്യാനായി നിങ്ങൾക്ക് ഏതൊരു നിങ്ങളുടെ ട്രസ്റ്റഡ് പ്രൊഫൈൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ EID യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിംഗ് ക്രെഡൻഷ്യൽ യൂസ് ചെയ്യാം. വൺസ് നിങ്ങൾ ആ സൈറ്റിൽ ലോഗിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PIT സർവീസസിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുക. PIT സർവീസസിൽ PIT-37 എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PIT-37 ഫയൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ട്രസ്റ്റഡ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസിന്റെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഈ PIT-37 ഫോമിലേക്ക് മൈഗ്രേറ്റ് ആയിട്ടുണ്ടാകും. ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് ഡാറ്റാസ് നമുക്ക് തന്നെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിൽഡ്രൻ ബെനിഫിറ്റ്സ് ഉണ്ട്, സ്റ്റുഡന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിന്റെ കോസ്റ്റ്, പിന്നെ നമ്മളൊരു കാർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാർ ലോണിലാണെങ്കിൽ ലോൺ എമൗണ്ട്, നമ്മൾ വീട് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹൗസിംഗിന് ഒരു പ്രോപ്പർട്ടി ലോൺ ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ലോണിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് റിലീഫ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് അതർ റിലീഫ് എന്ന് പറഞ്ഞ സെഷനാണ്. ഈ അതർ റിലീഫിൽ നമ്മൾ ഒരു എമൗണ്ടും ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ അതർ റിലീഫിൽ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇൻകറക്റ്റ് റിട്ടേൺ ഫയലിംഗ് ആണ്. നിങ്ങൾക്ക് എന്തായാലും സ്ക്രൂട്ടണിയുടെ സമയത്ത് ഇത് ഇൻകറക്റ്റ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് കാണുകയും നിങ്ങളോട് നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടിയിരിക്കുന്ന എമൗണ്ട് മൊത്തത്തിൽ വിത്ത് ഇൻട്രസ്റ്റ് റീപേ ചെയ്യേണ്ടി വരും. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് റിവ്യൂ ആൻഡ് സബ്മിറ്റ്. നമ്മൾ എല്ലാ ഡാറ്റയും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് റീചെക്ക് ഓൾ ദ ഡാറ്റ വി എൻ്റർഡ് ആർ കറക്റ്റ്. നിങ്ങൾക്ക് റീഫണ്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിരിക്കണം. ഈ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ റീഫണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സസ് എമൗണ്ട് ആണ് പേ ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ എമൗണ്ട് പേ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് PIT-37 ഫയൽ ചെയ്യുന്നത്. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ എവരിവൺ. താങ്ക് യു.